ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ നമ്മളിന്നലെ ഇവിടെ ആയിരുന്നു കേട്ടോ. ഇതിനകത്തായിരുന്നു രാത്രി സ്റ്റേ ചെയ്ത് നമ്മളെ നാട്ടിലെ അച്ഛൻ്റെ സൗകര്യം താമസിക്കാനുള്ള. അപ്പോൾ ഞങ്ങൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങും കേട്ടോ, രാവിലത്തെ പരിപാടി തുടങ്ങുകയാണ്. നമ്മളെ പരിപാടികൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ രാത്രി സ്റ്റേ ചെയ്ത് ഇവിടെ കേട്ടോ. നല്ല അടിപൊളി സൗകര്യമുള്ളൊരു താമസ സൗകര്യമുള്ളൊരു സ്ഥലം. ഇത് നമ്മുടെ നാട്ടിലെ അച്ചായ എന്ന് പറയും, ജോയിച്ചായ എന്ന് പറയും, പുള്ളിക്കാരനായിട്ടുള്ള സ്ഥലമാണ്. നല്ല സെറ്റപ്പാണ്, ഫാമിലിക്കായിട്ട് താമസിക്കാനും ഒക്കെ മര്യാദ റേറ്റിൽ റൂമും കാര്യങ്ങളും ഫുഡും എല്ലാം ഇവിടെ റെഡി ആട്ടോ. ഒന്നും ഓവറില്ല, ഒക്കെ മാന്യമായിട്ടുള്ള രീതിയിൽ നല്ല ഇടപഴകലും നല്ല സേഫ്റ്റി ആയിട്ടുള്ള നമുക്ക് മക്കളുമായിട്ട് ഫാമിലിയായിട്ട് വന്ന് താമസിക്കാനും ഇവിടെ അടിച്ചു പൊളിച്ചെല്ലാം കണ്ട് സുന്ദരമായിട്ട് മടങ്ങിപ്പോവാം. ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ നമുക്ക് നമ്മുടെ നാട്ടിലെ ആളുകളുണ്ട്, അതുകൊണ്ട് വളരെ സന്തോഷം. ആ പുള്ളിക്കാരൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ബന്ധപ്പെടുക. ജോയിച്ചായൻ, മമ്പുഴ. റൂം സൗകര്യം നല്ല അടിപൊളി സൗകര്യം കേട്ടോ, ഒന്നും മോശമല്ല, എല്ലാ ഭാഗവും ഓക്കെയാണ്. വിശാലമായ റൂം, ബെഡ് സൗകര്യങ്ങൾ. ഇനിയിപ്പോൾ 5 ആൾ 6 ആളല്ല 8 ആൾ വന്നാലും എല്ലാ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതനുസരിച്ചുള്ള റേറ്റേ വരുള്ളൂ, ഓവർ റേറ്റൊന്നുമില്ല, മാന്യമായ രീതിയിൽ എല്ലാം കൈകാര്യം ചെയ്യും. ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഊട്ടി യാത്രയാണ് തുടങ്ങുകയാണ്. രാവിലെ സമയം 8 മണി. അതിരാവിലെ തന്നെ ഇറങ്ങുകയാണ്. എന്താ വെച്ചാൽ വെയിൽ ചൂടാവാൻ നിന്നാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങി. ചായ കുടിച്ചിട്ടില്ല, ചായ നമുക്ക് എവിടുന്ന സെറ്റാക്കാൻ നോക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫ്രഷായി വണ്ടി കയറി ബോട്ടാണിക്കൽ ഗാർഡനിലേക്കൊരു യാത്ര. പിന്നെ അവിടുന്ന് എങ്ങോട്ടാന്നുള്ളത് നമുക്ക് കാണിക്കാം. അപ്പോൾ ഇന്നലെ അടിപൊളി വൈബായിരുന്നു യാത്ര. അത്യാവശ്യം ചെറിയൊരു മഴയും, പിന്നെ ചുരം കയറാൻ തുടങ്ങിയപ്പോൾ മഴ ചാറാൻ തുടങ്ങി. നല്ല തണുത്ത കാറ്റ്, കുളിര്, വൈബ്, അടിപൊളി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, റാഹത്താണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ നോക്കുകയുണ്ടോ. അപ്പോൾ അങ്ങനെ കണ്ടു, കുഴപ്പമില്ലാത്ത ഹോട്ടലെന്ന് തോന്നുന്നുണ്ട്. ചേച്ചി ഇവിടെ ഭയങ്കര അവരാ ഒരു കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഹോട്ടലിൽ കയറിയാണ്ട് എന്താ കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ നല്ല ഇഡ്ഡലി ഉണ്ട്, ദോശയുണ്ട്, നെയ് റോസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. സെറ്റപ്പ് സാധനമെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഓരോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള സാധനം വന്നു. നല്ല അടിപൊളി സൂപ്പർ സാധനമാണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഇത് നമുക്ക് കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ. കാഴ്ചക്ക് നല്ല അടിപൊളി സംഭവം കേട്ടോ, കഴിച്ച് നോക്കാം നമുക്ക്. ഞാൻ ഇഡ്ഡലി ഓർഡർ ചെയ്തു കേട്ടോ. വാവ ദോശയും ബേബി പെണ്ണു ഭൂരി ഓർഡർ ചെയ്തു. അപ്പോൾ ഇഡ്ഡലി പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, റെഡിയായ സാധനമാണ്. അപ്പോൾ ഞാൻ സാമ്പിൾ നോക്കുകയാണ്, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. വാവക്ക് ദോശയും റെഡിയായി കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന്. മറ്റൊരാൾക്ക് ഇഡ്ഡലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ സമയം ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതാ കഴിക്കുന്ന അടിപൊളി സംഭവമാണ്, നോക്കട്ടെ എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് സാധനം കുഴപ്പമൊന്നുമില്ല കേട്ടോ. സൂപ്പർ ഇഡ്ഡലിയാണ്, നല്ല സാമ്പാർ, നല്ല ചമ്മന്തി, 2-3 ഐറ്റം കറികളൊക്കെയാണ് അതിനകത്ത് തന്നിട്ടുള്ളത് കേട്ടോ. ചമ്മന്തി, സാമ്പാർ, അങ്ങനെ വേറെ 1-2 ഐറ്റം ചമ്മന്തിയുണ്ട്. അപ്പോൾ വേവിക്കും കൊണ്ടൊരു ഇതാ സംഭവം. നല്ല ഭൂരി കിട്ടിയിട്ടുണ്ട്. അവർ ഭൂരിയും കഴിക്കുകയാണ്. അടിപൊളിയാന്ന് പറഞ്ഞു ബേബി കഴിച്ചപ്പം. അപ്പോൾ ഞാൻ ഇഡ്ഡലിയും കഴിച്ച് എൻ്റെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ആ പെണ്ണു നല്ല ഭൂരി എനിക്ക് സാമ്പിൾ തരട്ടെ, എങ്ങനെ ഉണ്ടോ നോക്കാം. അടിപൊളി ടേസ്റ്റാണ് ഭൂരി. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ എന്ത് ചെയ്തു, 2 വാടയും കൂടെ അങ്ങ് എടുത്തു. ഇവരൊക്കെ കഴിച്ചിരിക്കല്ലോ, അപ്പോൾ ചുമ്മാ ഞാനും കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ അടിപൊളി സൂപ്പർ ഫുഡ് കിട്ടും മക്കളെ. ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഇഡ്ഡലി, സാമ്പാർ എല്ലാം കഴിച്ച് ഞങ്ങൾ ബില്ലടക്കാൻ വേണ്ടി ചെന്നപ്പോൾ അന്ന് വീഡിയോ എടുത്തോട്ടെന്ന് പറഞ്ഞു. വീഡിയോ എടുത്തോളം പറഞ്ഞു. ഊട്ടി തമിഴ്നാട് അന്നും ചിന്തിക്കണ്ട. ഊട്ടി വൻ വൈബ് പോലെ, വൻ വ്യൂ പോലെ. ഇവിടെ തന്നെ ഭക്ഷണം അതുപോലെയൊക്കെ തന്നെയാണ്. അടിപൊളി ഫുഡ്, ചായ ഉണ്ടോ, തിളക്കുന്ന തിളപ്പ്, അടിപൊളി ചായയും കാര്യങ്ങളും, വൻ സെറ്റ്, വൻ വൃത്തി കാര്യങ്ങൾ എല്ലാം ഓക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ഥലപ്പേരും കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ്. അപ്പോൾ ഗാർഡൻ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഗാർഡനിൽ നിന്ന് ഒരു 100 മീറ്റർ അപ്പുറത്താണ് ഇത് സ്ഥിതി ചെയ്യുന്ന ഈ ഹോട്ടൽ. അടിപൊളി ഫുഡാട്ടോ, എപ്പോൾ ചെന്നാലും അടിപൊളി ഫുഡായിരിക്കും ഇവിടെ കിട്ടുമെന്ന് മനസ്സിലായി. ഞങ്ങൾ സംസാരിച്ചപ്പോൾ ആൾ നല്ല ഡീസൻറ്റ് സംസാരം കാര്യങ്ങളൊക്കെയാണ്. അടിപൊളിയാണെന്നുണ്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് പരിപാടി ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ ഗാർഡനിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ കേട്ടോ. ആൾക്ക് 100 രൂപ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കയറി. ഓ പൊന്നെ എങ്ങോട്ടാ പോണേ? ബേബി കിതറേ ബേബി, ബേബി എവിടെ? അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടങ്ങാം പരിപാടി. ഇന്നത്തെ വെയിലുണ്ട് കേട്ടോ. ഓ നമ്മൾ വിചാരിച്ചു മഴ ഉണ്ടാവും, പക്ഷേ വെയിലുണ്ട്.
ബൊട്ടാണിക്കൽ ഗ്രാമിലേക്ക് പ്രവേശിക്കുമ്പോൾ രാജ്ഭവൻ, ടുഡേസ് മൗണ്ട്, എസ് പി ക്യാമ്പ് ഓഫീസ്, ബെൻസൺ സ്കൂൾ. അത്യാവശ്യം വൈബാണല്ലേ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നാൽ വൈബ് തന്നെയാണ് മെയിൻ. കാണാൻ നല്ല കാഴ്ചകൾ, ചെടികൾ, പച്ചപ്പുകൾ, വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഇങ്ങനെ കാണാൻ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നിട്ട് ഗ്ലാസ് ഹൗസിലൊന്ന് കയറി നോക്കാം. ഗാർഡനിലൊരു ഗ്ലാസ് ഹൗസ് സെറ്റപ്പാണ്. ചെടികളാണെന്ന് തോന്നുന്നത് ഇതിനകത്ത് കാര്യമായിട്ട്. പൂക്കൾ, ചെടികൾ, അടിപൊളി സെറ്റപ്പ് അല്ലേ. മാഷാ അല്ലാ. മൊത്തം ചെടികൾ, എന്താ ചെടികളല്ലേ. നല്ല അടിപൊളി പൂക്കൾ കേട്ടോ. വൻ വൈബ്. വൻ സെറ്റപ്പ് കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മളെല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഫുൾ ഊട്ടി വൈബിലൂടെ ഒരു ദിവസം കടന്നു പോവുകയാണ്. മക്കളൊത്ത് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത്. നമ്മളെന്നും കുറേ ടെൻഷനും കാര്യങ്ങളും പ്രയാസങ്ങളായിട്ട് ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ ഹാപ്പിനെസ്, എൻജോയ്മെൻറ്റ് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. പലർക്കും പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം നോക്കി നിന്നാലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക, നമ്മൾ മാത്രമാവാൻ ശ്രമിക്കുക. യാരിതേ അബ്ബൻ്റെ സ്വത്താണല്ലേ. അമ്മിളി ഭയങ്കര ഹാപ്പിയിലാട്ടോ. താഴെ വിടാൻ പറ്റില്ല, ചെടിയൊക്കെ പറിക്കും. അപ്പോൾ താഴെ ഇറക്കാതെ കൊണ്ടുകിടക്കാം അവിടുന്ന്. സിൽവർ ഡസ്റ്റ്. ബാബാജി എന്താ വർത്താനം? പൊളിയല്ലേ? ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ ഊട്ടിയിൽ ഇങ്ങനെ സംഗതി ഒന്നും കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇവിടെയൊക്കെ ഗാർഡനിൽ കയറി ഈ സെറ്റപ്പൊക്കെ ആദ്യമായിട്ട് കാണാണ്. നമ്മൾ ഊട്ടിയിലൊക്കെ 1-2 തവണ വന്നു പോയിട്ടുണ്ടെന്നല്ലാതെ ചുറ്റിക്കറങ്ങി ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഏതായാലും ഇന്ന് നമ്മളെല്ലാം കാണും. ബൊട്ടാണിക്കൽ ഗാർഡിലെ അകത്തേക്കുള്ള കാഴ്ചകളാണ്. വൻ വൈബ് കേട്ടോ. അടിപൊളി. പൊന്നെ ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്താ വണ്ടി സവാരിയൊക്കെ ഉണ്ടല്ലോ. അത് ജോലിക്കാരെ കൊണ്ടുവരണമല്ലേ, സർക്കാർ ജീവനക്കാരെ ഉണ്ട്. അപ്പോൾ ഗാർഡനിലേക്ക് അത്യാവശ്യം ആളുകൾ എത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഒത്തിരി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പച്ചപ്പ് അതിമനോഹരം. വാ, ബേബിയും ഭാവിയും സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്ത് മുതലാക്കുന്നുണ്ട് വന്നിട്ട്. അമ്പിളി അതിലും വലിയ അടിപൊളി. മാഷാ അല്ലാ. കുഞ്ഞേ ആളെ എൻജോയ് ചെയ്യാണ്. ആൾക്ക് ഇഷ്ടം പോലെ നടക്കപ്പോൾ. ഒരു ഫോട്ടോഗ്രാഫർമാരാ? വാണിയെ നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ നമ്മളെപ്പോലെ ഒരുപാട് പേര് ഫാമിലിയായിട്ടൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ അവർ ബോളായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അമ്പിളിൻ്റെ അടുത്തേക്ക് ബോൾ ചെയ്യുന്നു. അമ്പിളി വിട്ടില്ല, അമ്പിളി പിടിച്ചു. അപ്പോൾ ചേട്ടനും പിള്ളേരൊക്കെ ആയിട്ട് കളിക്കല്ലോ അവിടെ. ആ സമയത്താണ് അമ്പിളിൻ്റെ കയ്യിൽ ബോൾ കിട്ടുന്നത്. അപ്പോൾ അമ്പിളി കുറച്ച് നേരം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വാവ അമ്പിളി ചേട്ടനൊക്കെ കൂടെ. ചേട്ടൻ കുറച്ച് നേരം കളിച്ചിരുന്നുണ്ടോ. അതിൻ്റെ ഷോട്ട് നമുക്ക് കിട്ടിയില്ല. പിന്നെയാണ് ഞാൻ അത് കണ്ടത്. പിള്ളേരല്ലേ കളിക്കുന്നതിനിടയിൽ ബോൾ വന്നപ്പോൾ അമ്പിളി കൈ കിട്ടി. അമ്പിളി എടുത്തു.
അപ്പോൾ അപ്പോഴേക്കും ബോളിൻ്റെ ഒറിജിനൽ ഉടമസ്ഥൻ വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതാണ് പിള്ളേർ. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഏറ്റവും ടോപ്പ് വാങ്ങാൻ അടിപൊളി സൈറ്റ് കേട്ടോ. വാൻ ലുക്കാണ്. അത് നല്ല ചെടികളും അടിപൊളിയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പകർത്തിയെടുക്കാം. വെറൈറ്റി ചെടികളുടെ ശേഖരം. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അതിമനോഹരമായൊരു വ്യൂ കേട്ടോ. മാഷാഅല്ലാ, അടിപൊളി വൻ സെറ്റ്, അടിപൊളി. നല്ല കാഴ്ചയാണ്, നല്ല വൈബാണ്. പിന്നെ കാറ്റ്, വാഹ തണുത്ത കാറ്റ് തകർക്കും മക്കളെ. അപ്പോൾ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒന്ന് കറങ്ങട്ടെ. മൊത്തം കറങ്ങിയിട്ട് നമുക്ക് അടുത്ത സൈറ്റ് പിടിക്കണം. എൻ്റെ സമയം പെട്ടെന്ന് തീരും. അടിപൊളി കാഴ്ചകൾ തന്നെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു വ്യൂ ആട്ടത്. ഇതിൻ്റെ ടോപ്പ് ഹൈറ്റാണ്. ഇത് മതിലല്ല, ഇത് ചെടി തന്നെയാണ്. കണ്ടാൽ നമുക്ക് മതിലാന്ന് തോന്നും, പക്ഷേ അടിപൊളി ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തേക്കാണ്. നല്ല രസമാണ് കാണാൻ. എൻ്റെ വർക്കാണ്, അതൊക്കെ വർക്കിലാണ് മെയിൻ. അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ജോലിക്കാരും കാര്യങ്ങളും ഇതിനൊക്കെ ഡെയിലി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇവിടെ. സർക്കാരിൻ്റെ ഒരു സംരംഭമാണല്ലോ. ഇവിടുത്തെ വരുമാനം കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ടൂറിസം മേഖലയിലെ പെട്ടതായിരിക്കും. നല്ല അടിപൊളി വൈബ്. പെണ്ണും പിള്ളേരൊക്കെ താഴെയുണ്ട് കേട്ടോ. അവരൊക്കെ നടക്കാൻ മടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ പച്ചപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല വൈബ്, കാറ്റ്, തണുപ്പൊക്കെ ഉണ്ട്. രാവിലെ തന്നെ അല്ലേ, സമയം 9 മണി ആകുന്നേ ഉള്ളൂ. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ കയറിയിട്ടുള്ളത് കേട്ടോ. എന്തായിരുന്നാലും ഹാപ്പി വൻ ഫാമിലി ഹാപ്പി. അപ്പോൾ ഞങ്ങളിത് മൊത്തം പകർത്തിയെടുത്തതിന് ശേഷം അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. മക്കളെ, ക്യാമറമാനൊന്നും കൂടല്ല, നമ്മൾ തന്നെ അല്ല കേട്ടോ. എഡിറ്റിങ്ങും ഡയറക്റ്റിങ്ങും ക്യാമറമാനും മൊത്തം പരിപാടി നമ്മൾ തന്നെ കയറും. അപ്പോൾ അതിനുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും, നമുക്ക് ക്ഷമിക്കുക, പൊറുക്കുക. ഓക്കെ. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മറ്റൊരു വശമാണിതും. നല്ല രസമുള്ളൊരു ചെറിയൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫിറ്റിങ്സ്, ചെടി കാര്യങ്ങൾ, മതിൽ, ആ ഒരു കാളവണ്ടി, അടിപൊളി വൈബ് ഇവിടെ കാണാൻ. അതിനകത്തേക്കൊന്നും പ്രവേശനമല്ല, എല്ലാം പുറത്തുനിന്ന് കാണുക, ആസ്വദിക്കുക. അങ്ങനെ ഗാർഡനിലൂടെ ഇതാ കറങ്ങി കിടക്കുന്ന പെണ്ണു, അമ്പിളി, ബേബി മുതലായിട്ട് ടൂറ്. ഒരു പ്രശ്നമില്ല, തണുപ്പോ കാറ്റോ മഞ്ഞോ മഴച്ചാലോ ഒന്നും ഒരു വിഷമം ഉണ്ടാക്കിയില്ല, അൽഹംദുലില്ലാ. അപ്പോൾ ചെങ്കളെ, ഊട്ടിയിൽ ഇന്നത്തെ ദിവസത്തിൽ പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ ധോട്ടാപേട്ട അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും റിട്ടേൺ കാഴ്ചകളും കാണിക്കാം ഇൻഷാ അല്ലാ. എല്ലാം പോയി ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ വരാം. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഓരോന്നും ഇങ്ങനെ കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ കയറി പോട്ടോ. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കണേ. അപ്പോൾ പോണ പോക്കിലൊരു വൈബ് കാഴ്ച. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ അവിടുന്ന് കയറി പോന്നപ്പോൾ ധോട്ടാപേട്ടിലേക്കുള്ള വഴിയാണിത്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ പോണ വൈക്കുള്ളൊരു വൈബ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. മാഷാല്ലാ വൈബിൻ്റെ പറുദീസ. ഊട്ടി വെറും യാത്ര മാത്രമല്ല, ശരിക്കും ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കാണാനും കൂടി ഉണ്ട് എന്നുള്ളത് സത്യത്തിൽ ഞാൻ അനുഭവിച്ചറിയണ തുടങ്ങിയിട്ടുള്ളൂ. അവിടെ കണ്ട അമ്പലത്തിൻ്റെ ചെറിയൊരു കോവിലിൻ്റെ ചിത്രപ്പണിയിലാണ് കല. പോണ റൂട്ടിൽ തന്നെ ഒരു വൈബാട്ടത് കാഴ്ച. ഊട്ടിൻ്റെ സെൻറ്റർ ഏകദേശം ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ വീഡിയോസിൽ. ഏകദേശം എല്ലാ കാഴ്ചകളും നമുക്ക് ക്യാമറ കിട്ടിയിട്ടുണ്ട്. ഫുൾ പകർത്താൻ പറ്റി. എന്താ വ്യൂ നോക്കി ഞങ്ങൾ, അടിപൊളി വ്യൂ അല്ലേ. എന്താ വൈബില്ലേ. ധോട്ടാപേട്ടയിലേക്കുള്ള വഴിയാണ് കുട്ടികളെ ഇത്. എന്താ കാണുന്നത്.
അപ്പോൾ ധോട്ടാപേട്ടയിലേക്കുള്ള യാത്രയിലാണ്. തോട്ടാപേട്ട ധോട്ടാപേട്ടയിലേക്ക് യാത്രകളാണ് നമ്മള്. ധോട്ടാപേട്ട അവിടേക്ക് ഒന്ന് കയറി വരുമ്പോൾ ടോളുണ്ട്. ടോളിന് 50 റുപ്യ കൊടുക്കണം. അത് കൊടുത്തിട്ട് നമ്മൾ കയറി വരുന്നത്. അപ്പോൾ ഊട്ടിയിൽ പലരും വരലുണ്ട്, പക്ഷേ നമ്മൾ എല്ലാ പോയിന്റിലും എത്താറില്ല. ഇന്ന് ഞങ്ങൾ മാക്സിമം കവർ ചെയ്യാൻ പറ്റും നോക്കുന്നുണ്ട്. പെണ്ണൊക്കെ ഇവിടെ വന്നിട്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ധോട്ടാപേട്ടയ്ക്ക് മുമ്പ് വന്നിട്ട് ഞാനും ഇതിന് മുമ്പ് വന്നിട്ട് ഇങ്ങോട്ടൊന്നും കയറിയില്ല. നമ്മൾ സ്വന്തം ഒരു വണ്ടിയൊക്കെ ആയിട്ട് വരുമ്പോഴാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുള്ളൂ. വലിയ വണ്ടി വരുന്നുണ്ടാവില്ല അല്ലേ? ചിലപ്പോൾ ഉണ്ടാവും. ഇവിടെ നമുക്കറിയില്ല. വലിയ വണ്ടി കാണില്ല ഇവിടെ. എന്തായാലും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. നല്ല വൈബ് യാത്ര കേട്ടോ. യാത്രയാണ് ഇതിൽ ഏറ്റവും വലിയ രസം. അപ്പോൾ നമ്മൾ ധോട്ടാപേട്ടയിലെ വൈബിലേക്കാണ് നമ്മൾ പോകണ്ടോ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ബാക്കിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ധോട്ടാപേട്ട വൈബ് എന്താ മട്ടം നോക്കാം. നല്ല അടിപൊളി യാത്ര വൈബ് കേട്ടോ. മാഷല്ലാ. ധോട്ടാപേട്ടയിലെ വൈബ് എന്താ നോക്കാം നമുക്ക് കേട്ടോ. എൻട്രി പാസ് 10 രൂപ ടിക്കറ്റ് കേട്ടോ. വളരെ സിമ്പിൾ. ഇവിടെ ഒരു ഹൈറ്റുള്ള സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ചെറിയ ടവറും വെച്ചിട്ടുണ്ട്. ഭയങ്കര ഹൈറ്റുള്ളൊരു സ്ഥലമാണ്. നല്ല വൈബ് കാഴ്ചകൾ. എത്രയോ കിലോമീറ്ററുകൾ. അമ്പിളി മങ്കീസിനെ കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷം അവർക്ക്. ധോട്ടാപേട്ടയിലുള്ളൊരു വ്യൂ ആണ് അതൊക്കെ. ഭയങ്കര സ്റ്റൈൽ. നല്ല കാറ്റ്, കുളിര് കാറ്റ്. നല്ല ഹൈറ്റുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ഹൈറ്റുള്ള സ്ഥലമാണ്. അവിടെ തന്നെ അതിൻ്റെ ഒരു ബിൽഡിങ് ചെറിയ ടവറുണ്ട്. അപ്പോൾ നമുക്ക് കയറണം നമുക്ക്. അപ്പോൾ ഇവിടുത്തെ ഓരോ കാഴ്ചകൾ നമ്മൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്പിളിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു കുറേ സമയം. ബേബി ഒക്കെ സെൽഫി എടുക്കുന്നുണ്ട്. വാവൊക്കെ അവിടെ പോയി സെൽഫി എടുക്കുന്നുണ്ട്. ഞാനിതിലൊക്കെ ഓരോ വ്യൂ പിടിച്ചിങ്ങനെ നടക്കാം കേട്ടോ. നമുക്കിതൊക്കെ സെറ്റാക്കി എടുത്താലേ പറ്റുള്ളൂ. ഊട്ടി എന്നുള്ള സ്വപ്നം അതൊക്കെ ഇവിടെ വരുമ്പോൾ അത് ആസ്വദിക്കുമ്പോൾ റബ്ബേ എന്താ അതിൻ്റെ ഒരു സുഖം പറയാൻ പറ്റില്ല എത്രമാത്രമാണ്. കാരണം നമ്മുടെ സുഹൃത്തുക്കളും പല ആളുകളും ഊട്ടിയിലേക്കുള്ള യാത്രകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാനൊക്കെ 1-2 തവണ വന്നിട്ടേ ഉള്ളൂ. ഒരു ചുമ്മാ ഒരു യാത്ര മാത്രം. അല്ലാതെ ഇങ്ങനെ ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ട് നമുക്ക് സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം നമ്മളൊന്നും ആലോചിച്ചില്ല. മക്കളൊത്ത് അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങി. അൽഹംദുലില്ലാ അത് വളരെ റാഹത്തായിട്ട് ഞങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷം. നമുക്ക് ഒരുപാട് ഷോട്ടുകളൊക്കെ പകർത്താൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ. ഹാപ്പിയിലാണ്. കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. ആ ടവറിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്ന വ്യൂ കേട്ടോ. അതൊക്കെ ഈ കാണുന്ന വ്യൂ ഒക്കെ ടവറിൻ്റെ മുകളിൽ നിന്ന് പകർത്തിയതാണ്. സൂം ചെയ്തിട്ടും അല്ലാതെയൊക്കെ ഉണ്ട്. നല്ല വൈബ് എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്നൊരു ഫീലാണ് ഇവിടെ കിട്ടുക കേട്ടോ. ചൂടുമില്ല, നല്ല തണുപ്പും നല്ല കാറ്റും കുളിരുമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട്. എന്താ കാഴ്ച നോക്കിയാൽ നല്ല അടിച്ചപൊളി കാഴ്ചയല്ലേ. അപ്പോൾ ധോട്ടാപേട്ടയിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ സംഭവം വൻ വൈബാട്ടോ. അടിപൊളിയാണ്. നല്ല കാറ്റ്, നല്ല ക്ലൈമറ്റ്. ഇപ്പം ഞങ്ങളിവിടെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. ചെറിയൊരു കാഴ്ചയൊക്കെ ആയിട്ട്. അങ്ങനെ ധോട്ടാപേട്ടയിലേ ധോട്ടാപേട്ട എനിക്ക് കേട് വരുന്നില്ല മട്ടം പോലെ. അപ്പോൾ നല്ല വൈബ് സാധനങ്ങൾ, കുട്ടികൾക്ക് വേണ്ട ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇവിടെ. ധോട്ടാപേട്ടയിൽ ഇതൊരു വേറൊരു ഏരിയ കേട്ടോ. അതിൻ്റെ വേറൊരു ഭാഗമാണ്. വെറും 10 രൂപയ്ക്കുള്ളിൽ കയറിയാൽ മതി. നല്ല അടിപൊളി കാഴ്ചകൾ കാണാം. നമ്മളെ നാടത്തെ പോലെ 50-60 കൊടുക്കണ്ട. ഇവിടുത്തെ ഫുഡ് ഐറ്റംസുകളാണ്. സ്ട്രീറ്റ് ഫുഡുകളാണ്. കടല ഐറ്റംസ് ഫുഡുകളൊക്കെ ഉണ്ട്. എന്താ നമുക്ക് നോക്കാം. മാങ്ങയൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഐറ്റംസുകൾ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കട്ടോ. ധോട്ടാപേട്ടൻ്റെ മറ്റൊരു സൈഡാട്ടത്. നമ്മൾ പാർക്ക് ചെയ്ത മേൽഭാഗത്താണ്. ഇത് വേറൊരു സൈഡാണ്. രണ്ടും ഒരു റൂട്ട് തന്നെയാണ്. 2 പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ അത്യാവശ്യം ഫുഡുകളൊക്കെ ഉണ്ട്. നൂഡിൽസ്, കാര്യങ്ങൾ, ചായ, എണ്ണക്കടികൾ. എനിക്ക് എല്ലാവർക്കും നമ്മളിതൊന്ന് ഇതൊരെണ്ണം വാങ്ങി കഴിക്കാട്ടോ. അണ്ണ ഉഷാറാക്കി തരുമോ നോക്കട്ടെ. കൊഞ്ചം പോട്.
ഫുൾ മിസ്സിങ്ങാ. ഇത് കുഴപ്പമില്ല കേട്ടോ, കടല ഐറ്റംസുകളാണ്. ഉള്ളി, പിന്നെ മുട്ടക്കോസ്, മാങ്ങ പീസ്, 2-3 ഐറ്റം കടല, അടിപൊളി ചെന. ഇത് രണ്ടും അതും ഇതൊക്കെ റൂട്ട് തന്നെ, പക്ഷേ ഇവിടെ പാർക്കിങ് വേറുണ്ട്. അപ്പോൾ ധോട്ടാപ്പേട്ടയിൽ നിന്ന് മടങ്ങാം കേട്ടോ. അടിപൊളി വൈബാട്ടോ, ഒന്നും പറയാല്ല. വെറും 10 രൂപ മുടക്കുള്ളൂ. കയറി ഇറങ്ങാം, മനസ്സുണ്ടായാൽ മതി. അടിപൊളി സെറ്റപ്പ്, നല്ല വൈബ് കാഴ്ചകളെ. ആ ടവറിൻ്റെ മുകളിൽ കയറാനില്ലേ, അടിപൊളി ടവറുണ്ട്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വൈബ് കിട്ടും.